ആ ഒരു സമ്പ്രദായം മാറ്റണം എന്നുള്ളത് UPSCക്ക് ആവശ്യമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടില്ല എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ കമ്മീഷന് കുറച്ച് സ്ഥാപനങ്ങൾക്കെതിരെ ഫൈൻ ചുമത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ബോഗസ് ആയിട്ട് റിസൾട്ട് ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത് ഒരു 1,00,000 ഒരാൾ ചെയ്തിട്ട് പക്ഷെ അതിനെ കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് എല്ലാവർക്കും പറ്റും എന്നുള്ള രീതിയിലുള്ളതാണ്. പക്ഷെ ബേസിക്കലി നമ്മളിങ്ങനെ ആലോചിക്കുക, അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാതെ പാസ്സാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം പറയാം. ഡൽഹിയിലൊക്കെ ഒരു PCM ബാച്ച് പഠിച്ച് പുറത്തിറങ്ങണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപയൊക്കെ എന്തായാലും കോസ്റ്റ് ആവുമല്ലോ. പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഇവരുടെ മുന്നിൽ ആദ്യം ഏത് ആഡാണോ വരുന്നത് അവിടുത്തെ ആൾക്കാർ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്ര സ്ട്രോങ് ഉള്ളതാണോ അവർക്കാണ്. സിവിലെ വൺസ് അഗൈൻ വെൽക്കം ടു ദി ചാനൽ. സോ ഇന്ന് നമ്മളൊരു 3 ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം എന്താ പറയുക വെച്ചാൽ, ഇത് നിങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് സിവിൽ സർവീസിന് പഠിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. കാരണം ഞങ്ങളിതിൽ നിങ്ങൾ കേട്ടതോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതോ ഒക്കെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങളിവിടെ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഈ UPSC ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു കോച്ചിങ് കൾച്ചറിനെ, അതല്ലെങ്കിൽ ഈ കോച്ചിങ് സ്ഥാപനങ്ങളെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെലിബറേറ്റ് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് കുറച്ച് സത്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും അവര് പല ടൈമിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്പൂൺ ഫീഡിങ്ങിലൂടെ വരുന്ന ആൾക്കാരെ ഇതിനകത്തേക്ക് അധികം എൻട്രി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു സെറ്റ് മെറ്റീരിയൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ആ മെറ്റീരിയൽ ഇരുന്ന് നമ്മള് എന്താ പറയുക, നമ്മളിങ്ങനെ പഠിച്ചു വിടുന്ന എന്നൊക്കെ പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക, അതവിടെ പോയി എന്ത് ചെയ്യുക, എഴുതി വെക്കുന്ന ആ ഒരു സമ്പ്രദായം മാറ്റണം എന്നുള്ളത് UPSCക്ക് ആവശ്യമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് UPSC ഡെലിബറേറ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം, അവർ ക്വസ്റ്റ്യന്റെ പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക, വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതിരിക്കുക. സോ ദാറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ മെറ്റീരിയൽസ് മാത്രം പഠിച്ചു വരുന്നവർക്ക് അങ്ങനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവരുത്. കുറച്ചും കൂടി വൈഡർ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ പല രീതിയിൽ കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് തിങ് എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ച് എഴുതുക, അതിനെ കൂടി ഇത് പാസ്സാവാന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻക്ലൂസിവിറ്റിക്കുള്ള ഒരു പ്രശ്നമല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സാം എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. UPSC മാക്സിമം ഇൻക്ലൂസിവിറ്റി ഉണ്ട്. അത് കാസ്റ്റ് ബേസിസിലാണെങ്കിലും ജെൻഡർ ബേസിസിലാണെങ്കിലും റീജിയൻ ബേസിസിലാണെങ്കിലും ഇൻകം ബേസിസിലാണെങ്കിലും റിലീജിയൻ ബേസിസിലാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ കോച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്യാവശ്യം കുറച്ച് പൈസ വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പൈസ മുടക്കാൻ കഴിവുള്ളവർ മാത്രം ഇതിനകത്ത് കയറരുത് എന്നുള്ളൊരു വ്യൂ പോയിന്റും UPSCക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പോ ഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു PCM ബാച്ച് പഠിച്ച് ഇറങ്ങണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപയൊക്കെ എന്തായാലും മിനിമം ആവും. അതായത് കോച്ചിങ് ഫീയും പ്ലസ് അവിടുത്തെ താമസത്തിന്റെ ഒക്കെ കൂട്ടുമ്പോൾ ചിലപ്പോൾ അതിന് മുകളിൽ പോകാം. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഇത് കുറച്ചും കൂടി കൂടി വരാന്നുള്ളത് സാധ്യതയുണ്ട്. അപ്പൊ ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, UPSCക്ക് ഇതൊരു ഇൻക്ലൂസീവ് എക്സാം ആക്കണം. പ്ലസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് അതുപോലെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ക്വാളിറ്റി ആൾക്കാരെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇത് വരുന്നത്. പിന്നെ ഇത് കുറച്ചൊക്കെ എക്സാജറേറ്റ് ചെയ്യപ്പെടാറുണ്ട്. UPSC കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മൊത്തം തകർക്കാൻ നോക്കുകയാണ്, അത് കുറച്ചൊരു എക്സാജറേഷൻ ആണ്. They are trying to do this. അതിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അല്ലാതെ UPSCക്ക് എനിക്ക് തോന്നുന്നില്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോവാതെ തന്നെ ഈ പരീക്ഷ പാസ്സാവാൻ പറ്റുന്നതാണോ നീ പറഞ്ഞത്? അതെ, ഇതിനകത്ത് 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാതെ പാസ്സാവുക എന്ന് പറയുന്നത് ഒരു വലിയ ട്രെൻഡായിട്ടും പല സ്ഥലങ്ങളിൽ നമ്മൾ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല എന്നിട്ട് ഞാൻ പാസ്സായി. പക്ഷേ വളരെ കുറഞ്ഞ നമ്പർ അല്ലേ, ഒരു 5% പോലും ഇല്ലല്ലോ. സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത് ഒരു 1,00,000 ഒരാൾ ചെയ്തിട്ട് പക്ഷെ അതിനെ കൂടുതൽ എക്സാജറേറ്റ് ചെയ്തത് എല്ലാവർക്കും പറ്റും എന്നുള്ള രീതിയിലുള്ളതാണ്. പക്ഷെ ബേസിക്കലി നമ്മളിങ്ങനെ ആലോചിക്കുക, അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാതെ ഇത് പാസ്സാവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം പറയണമെങ്കിൽ യെസ് പറ്റും.
ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷെ അതിനകത്ത് വേറെ ലെയേഴ്സ് ഉണ്ട്. ആ ലെയർ എന്ന് പറയുന്നത് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരില്ല, ഗൈഡൻസ് എന്നുള്ള പേര് നിങ്ങൾ ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഗൈഡൻസ് ഇല്ലാതെ UPSC പാസ്സാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ വിൽ സേ നോ. ഓക്കെ, അപ്പൊ ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ലാതെ നമുക്ക് കിട്ടാം. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാതെ നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഗുഡ് ഗൈഡൻസ് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ എക്സാം പാസ്സാവാം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഒരു എക്സാം നമ്മൾ ഇത്രയും കാലം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്ന രീതിയിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്നതല്ല. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ്, റോട്ട് ലേണിംഗ് ആണ്. ഇതിനോടൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യം റോട്ട് ലേണിംഗ് ആണ്. നമ്മൾ എക്സാം ഓറിയന്റഡ് ആണ്. എക്സാം പാസ്സാവുക, എക്സാമിന് മാർക്ക് വാങ്ങിക്കുക. അതിനെന്താ ചെയ്യുന്നത്, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നമുക്കൊരു നോട്ട് തരും, ആ നോട്ട് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ അതുപോലെ വരുന്നു. ഒരു കൈൻഡ് ഓഫ് എത്രത്തോളം മെമ്മറൈസിംഗ് സ്കിൽസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ മാർക്ക് കൂടുന്നുള്ള രീതിയിലാണ്. അത് സ്കൂൾ ആയിക്കോട്ടെ, ഒരു പരിധി കോളേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ UPSCയിൽ അങ്ങനെ ഒരു സ്റ്റഡി മെത്തേഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല, സക്സസ്ഫുൾ ആവില്ല. അവിടെ നമുക്ക് ഇപ്പൊ മെയിൻസ് എക്സാം ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുവാണെങ്കിൽ, മെയിൻസിൽ UPSCയിൽ ആൻസർ എഴുതുന്ന രീതിയും നമ്മൾ കോളേജിലും സ്കൂളിലും ആൻസർ എഴുതിയ രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആൻസർ എഴുതുകയും അത് നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കും. കാരണം ഒരിക്കലും UPSCക്ക് നമ്മൾ പഠിച്ച നോട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ അതുപോലെ വരികയും അത് നമ്മൾ ആൻസർ എഴുതുന്ന ഒരു സിസ്റ്റം അല്ല. മറിച്ച് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്ന് പഠിച്ച ഇൻഫർമേഷനെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. അങ്ങനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് എഴുതുമ്പോൾ കണ്ടന്റ് അവിടെ വരുന്നുണ്ടോ, അതിന് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടോ, അതിന് പ്രോപ്പർ ഫ്ലോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞുതരാൻ ഒരാളെ നിർബന്ധമായിട്ട് അവിടെ വേണം. ഇനി UPSCയുടെ അടുത്തൊരു കാര്യം, അതായത് വളരെ ഇലാബറേറ്റ് ആണ് സിലബസ്. അപ്പൊ ഇത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള സിലബസിൽ നമ്മൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ ഇന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇത് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഭാഗത്ത് നിന്ന് UPSC ഇങ്ങനെയാണ് UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സോഷ്യോളജി പോലുള്ള സബ്ജക്ട് അല്ലെങ്കിൽ എക്കണോമി പോലുള്ള സബ്ജക്ട്, ഇപ്പൊ സോഷ്യോളജി ഫോർ എക്സാമ്പിൾ ഓപ്ഷണൽസിൽ അറൌണ്ട് ഒരു 50-60% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ്. അവർ ഫ്രേസിംഗ് മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ 3 തവണ അല്ലെങ്കിൽ 4 തവണ ഈ ഏരിയയിൽ ചോദ്യം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് അത് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് സ്വന്തമായിട്ട് അത് ഇരുന്ന് കണ്ടുപിടിക്കണേ 2-3 ആഴ്ച എടുക്കും. പകരം ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവരത് പറഞ്ഞു കൊടുത്താൽ അവന് അത്രയും സമയം ഇതിൽ ഞാൻ പിന്നെ ഒരു സാധനം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ GS പേപ്പർ 1-ലെ ഇപ്പം വേൾഡ് ഹിസ്റ്ററി എന്നുള്ളൊരു പാട്ട്, അപ്പോൾ അത് ഞാൻ ആദ്യം സ്വന്തമായിട്ട് പഠിക്കാനായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രിലിംസ് പാസ്സായതിന് ശേഷമാണ് ഇത് പഠിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിൻ്റെ സിലബസും ഈ പ്രീവിയസ് ഇയർ വന്ന ചോദ്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു 2-3 ബുക്കെങ്കിലും നമ്മൾ എന്തായാലും ഒന്ന് വായിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കാണെങ്കിൽ സമയമില്ല, ഞാൻ പ്രിലിംസിന് ശേഷമാണ് ഇത് പഠിച്ച് തുടങ്ങുന്നത്. അപ്പം ഞാൻ പിന്നെ നോക്കിയില്ല, ഈ ഒരു വേൾഡ് ഹിസ്റ്ററി മൊഡ്യൂൾ മാത്രം കിട്ടുന്ന ഒരു ക്ലാസ്സിൽ പോയിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ മൊത്തം കവർ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഇതും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മെച്ചാന്ന് തോന്നുന്നു അല്ലേ? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെച്ചം എന്ന് പറയുന്നത്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഉദ്ദേശം, നമ്മളിപ്പം സ്വന്തമായി പഠിക്കാൻ പറ്റുമോ എന്നുള്ളിടത്തുനിന്നാണ് ഞാൻ ഇതിന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സ്വന്തമായി പഠിക്കാൻ പറ്റും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും, കുറച്ച് വീക്ക് ഏരിയാസ് ഉണ്ടാവും. സ്ട്രോങ് ഏരിയാസ് ഉള്ള സബ്ജക്ട് നമ്മൾക്ക് തന്നെ സ്വയം പഠിക്കാൻ പറ്റും. അവിടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണ്, ആ സബ്ജക്റ്റിൽ ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അത് UPSC ചോദിക്കുന്നു. കാരണം ഫാക്കൽറ്റീസ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ച് നടത്തുന്നത്. ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് പാറ്റേൺ വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എഡിഷൻസും ഡിലീഷൻസും ഒക്കെ നടത്തി ആ ഒരു രീതിയിലാണ് പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് നമുക്ക് കിട്ടുന്നത് എന്താണ്, UPSCക്ക് ആവശ്യമുള്ള രീതിയിൽ ക്ലാസ്സസ് കിട്ടുന്നു എന്നുള്ളതാണ്. എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെ ഫോക്കസ് ചെയ്യണ്ട എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, അത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്ലാസ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒന്ന് കറക്റ്റ് എവിടെ ഫോക്കസ് ചെയ്യണം, രണ്ടാമത്തത് വീക്ക് ഏരിയാസ് നമുക്ക് എങ്ങനെ സ്ട്രോങ് ആക്കി മാറ്റാൻ പറ്റും. എന്റെ ഒരു പേഴ്സണൽ ഒരു സ്റ്റോറിയും കൂടി ഞാൻ ഇതിനകത്ത് പറയാം. ഓക്കെ, അതായത് ബേസിക്കലി ഞാൻ 2014-ലാണ് എന്റെ ആദ്യത്തെ പ്രിലിംസ് എഴുതിയത്. ഞാൻ പ്രിലിംസ് പാസ്സായി. മെയിൻസിന് പോയപ്പോൾ അന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്, ക്ലാസ്സസിനൊന്നും പോയിട്ടില്ല. പ്രിലിംസിന് ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ട്, മെയിൻസ് ആയപ്പോൾ നമ്മൾ സ്വന്തമായി ഇരുന്ന് പഠിക്കുകയാണ്.
ഞാൻ കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇരുന്ന് പഠിച്ചു, പോയി മെയിൻസ് എഴുതി, സ്വാഭാവികമായി ഞാൻ പൊട്ടി. അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്തു, അപ്പൊ എനിക്ക് മനസ്സിൽ പൊട്ടിയപ്പം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് തന്നെ എഴുതി കഴിഞ്ഞ് പറയായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ വർഷം എന്റെ പ്ലാൻ എന്തായിരുന്നു, മാക്സിമം കണ്ടന്റ് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം എനിക്ക് കണ്ടന്റിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ കണ്ടന്റ് ഒക്കെ നന്നായി ഒന്ന് പഠിച്ചു 2015 വീണ്ടും പ്രിലിംസ് എഴുതി, പാസ്സായി, മെയിൻസ് എഴുതി. മെയിൻസിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയി. ആക്ച്വലി ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. പക്ഷെ റിസൾട്ട് എന്താണ്, സെയിം പൊട്ടി. ഏറ്റവും കോമഡി എന്താണ്, ഫൈനൽ റിസൾട്ടിന് ശേഷം മാർക്ക് വന്നപ്പോൾ വീണ്ടും എനിക്ക് സങ്കടമായി, കാരണം എന്റെ മാർക്കിലും വലിയ വ്യത്യാസമില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഷോക്കായി. അതായത് ഇത്രയും പഠിച്ചിട്ട് മാർക്കും നമ്മുടെ ഈ കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, നമ്മൾ കൂടുതൽ കണ്ടന്റ് എടുത്ത മാർക്ക് കൂടും. ശരിയാണ്. അപ്പോഴാണ് ശരിക്കും, അപ്പോഴല്ല മെയിൻസ് പൊട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ കണ്ടന്റ് മാത്രമല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് എന്തില്ല, നല്ല റൈറ്റിംഗ് പ്രാക്ടീസ് കാര്യങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ നേരെ ഡൽഹിയിലേക്ക് പോയി, അവിടെ ഒരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. ഒരു 3 മാസം, അതായത് മെയിൻസിന്റെ റിസൾട്ട് വന്നിട്ട് ഒരു 3 മാസത്തോളം ഞാൻ അവിടെ ഇരുന്ന് ടെസ്റ്റ് സീരീസ് എഴുതി. പ്രിലിംസിന്റെ സമയത്ത് വീണ്ടും ട്രാൻസ്ഫർ വന്നു, കാരണം എനിക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുമിച്ച് പഠിക്കാൻ. നമ്മൾ ഒരുമിച്ച് ഇരുന്ന് 2 മാസം പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തു. പ്രിലിംസ് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് ഡൽഹി പോയി. അവിടെ ആ വർഷം ഞാൻ എന്ത് ചെയ്തു, ഇന്റർവ്യൂവിനെത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ എഴുത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുപിടിക്കാനോ അത് എഴുതി ആൾക്കാരെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ച് ഒരു ഫീഡ്ബാക്ക് എടുക്കാനോ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ വൺസ് ആ പ്രോസസ് ചെയ്തപ്പോ എന്റെ റിസൾട്ടിൽ ഡിഫറൻസ് വന്നു, എനിക്ക് മാർക്ക് ഇൻക്രീസ് ചെയ്തു. ആ വർഷം എനിക്ക് സർവീസ് എന്നെ പോയത് അറൌണ്ട് ഒരു 11 മാർക്സിനാണ്. അപ്പൊ അത്യാവശ്യം കുറച്ചൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ് മൊത്തത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ല, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും പിന്നെ അതുപോലെ ഫീഡ്ബാക്ക് എടുക്കാനും അങ്ങനെ മൊത്തത്തിലൊരു സിവിൽ സർവീസിന് പഠിക്കാനുള്ള ഒരു ലേണിംഗ് എക്കോസിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു നല്ലത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ UPSC ഈ റോഡ് ലേണിങ്ങും ഈ സ്പൂൺ ഫീഡിങ്ങും ഇത്തരം രീതികളെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൽഫായിട്ട് ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്ന ഒരു കാര്യം, ഇവർ ഓരോ വർഷത്തെ എക്സാംസ് കഴിയുമ്പോഴും ആ എക്സാംസിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, പക്ഷെ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇന്ന് പറഞ്ഞ പോലെ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കി അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പം UPSC കുറെ കൂടി വളരെ ബ്രെഡ്ത്തിൽ ചോദിക്കുന്നു, അപ്പൊ അവർ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിന് കൊടുക്കും. അതായത് നിങ്ങൾ കുറച്ചുകൂടി ബ്രെഡ്ത്തിൽ വായിക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റുഡന്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ എക്സാം പാസ്സാവാനുള്ള സംഭവത്തില് കോൺട്രിബ്യൂഷൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒരു 25% മാക്സിമം, ബാക്കി 75% സ്റ്റുഡന്റിന്റെ അടുത്താണ്. അപ്പൊ ഈ 25% എന്താണ്, അത് ഇമ്പോർട്ടന്റും ആണ്. ബിക്കോസ് അവിടെയാണ് ആ ഗൈഡൻസ് എങ്ങനെ പഠിക്കണം. ഒരിക്കലും നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് എനിക്ക് 100% കണ്ടന്റ് കിട്ടുമോ, എനിക്ക് 100% ക്വസ്റ്റ്യൻസ് കിട്ടുന്നു എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മറിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ത് കൊടുക്കുന്നു, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ബാക്കി ആ സ്റ്റുഡന്റിന് എഫേർട്ട് ഇടണം. അപ്പൊ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതാണ്, അവർ ഓരോ വർഷത്തെ പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസ് സ്റ്റുഡൻസിന് കൊടുക്കും. ഒരിക്കലും ഒരു 100% സിലബസ് കവർ ചെയ്ത് എല്ലാ കണ്ടന്റും പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് പോസിബിൾ അല്ല. കാരണം അതിന് 2000 മണിക്കൂർ ഇങ്ങനെ ക്ലാസ് എടുക്കണം, അത്രയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഓവറോൾ ഒരു കവറേജ് കൊടുക്കുക, ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തുക, വേർ ബൈ അവർക്ക് ബേസ് ആയിട്ട് മനസ്സിലാവേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക, ഫൗണ്ടേഷൻ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യുക. അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാൻ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ആസ്പിറന്റിന് എന്ത് ചെയ്യാം, എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ആ പ്രോസസ് അവർ നന്നായി ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യന്റെ പാറ്റേണിലുള്ള മാറ്റങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നന്നായി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില കുട്ടികൾ ഇപ്പൊ അവര് ഇപ്പോ ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോയിട്ടില്ലെങ്കിലും ഒരു ഇത് പാസ്സാവും, പോയാലും പാസ്സാവും, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ബിക്കോസ് അവർക്കത് അറിയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും നന്നായിട്ട് എഴുതാനുള്ള സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം ഇതുപോലുള്ള ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റ് ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോകുന്നു, പാസ്സാവുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോച്ചിങ് സ്ഥാപനം ആ സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് ക്ലെയിം ചെയ്യും. അത് ചെയ്യുന്നതിൽ തെറ്റും പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു കോച്ചിങ് സ്ഥാപനത്തിൻ്റെ ഒരു യഥാർത്ഥ പെർഫോമൻസ് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് ശരിക്കും കിട്ടേണ്ട ഒരു മാർക്ക് അല്ലേ,
ആ മാർക്കിലും ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ ആ സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ ശരിക്കും ഒരു കോച്ചിങ് സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. പക്ഷെ ഒരു പുതിയ കുട്ടീനെ സംബന്ധിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മെഷർ ചെയ്യാനൊന്നും പോസിബിൾ അല്ല അല്ലേ? അപ്പം ശരിക്കും ഒരു പുതുതായിട്ട് പഠിക്കാൻ വരുന്ന ഒരാൾ എന്താണ് ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ആരെങ്കിലും പരിചയത്തിന്റെ മുകളിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഒരിക്കലും പരസ്യം കണ്ടു പോകണ്ട. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം, ഇത് ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്, എല്ലാവരും റിസൾട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ എക്സാമിന് റിസൾട്ട് ക്ലെയിം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ എക്സാമിൽ 3 സ്റ്റേജ് ഉണ്ട്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എക്സാമില് പ്രിലിംസിനും മെയിൻസിനും ഒത്തിരി നമ്മൾ പഠിച്ച കണ്ടന്റ് എടുത്ത് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്റർവ്യൂ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു 4-5 റിട്ടയർഡ് IAS ഓഫീസേഴ്സിനെയും കറന്റ്ലി ചിലപ്പം IAS ഓഫീസേഴ്സായി സെർവ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഒരു മോക്ക് ഇന്റർവ്യൂ ബോർഡ് സെറ്റ് ചെയ്ത് ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം നടത്തുന്നത് വലിയ പണിയുള്ള കാര്യമല്ല. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തും. ഇനി ഒരു ഇന്റർവ്യൂ പോകുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്പർ ഓഫ് മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരെല്ലായിടത്തും എന്ത് ചെയ്യും? കാരണം എല്ലാ ബോർഡും എന്താണ് ഈ പറയുന്ന റിട്ടയർഡ് IAS ഓഫീസേഴ്സ് ആണ്. ചിലപ്പോൾ പണ്ട് UPSCയുടെ ബോർഡിലിരുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പം എക്സിസ്റ്റിംഗ് ആൾക്കാരുണ്ടാവും. അവരെല്ലായിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്തോ ഇവര് ഫോം ഫില്ല് ചെയ്യും, ഫോട്ടോ കൊടുക്കുക, എല്ലാം ചെയ്യും. വൺസ് റിസൾട്ട് ഔട്ട് ആവുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മളുടെ റിസൾട്ട് ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യും. ആകെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഇന്റർവ്യൂ ഗൈഡൻസിന് പോയിട്ടുണ്ടാവുള്ളൂ. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇന്റർവ്യൂ ഗൈഡൻസിന് പോകുന്ന കുട്ടികളിൽ പ്രോബബിലിറ്റിയും കൂടുതലാണ്. അതായത് ഇതിനകത്ത് 1/3 ആൾക്കാർ സർവീസിൽ കയറും. അപ്പൊ ഹൈ പ്രോബബിലിറ്റി 100 പേര് വന്നു കഴിഞ്ഞാൽ 30 പേരെങ്കിലും കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴും പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഇവരുടെ മുന്നിൽ ആദ്യം ഏത് ആഡാണോ വരുന്നത് അവിടത്തേക്ക് ആൾക്കാർ പോകും. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്ര സ്ട്രോങ് ഉള്ളതാണോ അവർക്കാണ് കൂടുതൽ ഏറ്റവും നല്ല സാധനം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ജനറൽ മാർക്കറ്റിംഗ് ഏതാണ്? പക്ഷെ അതിന് പകരം നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവരും പറയും എല്ലായിടത്തും ഒരേ മുഖങ്ങളാണല്ലോ, എല്ലായിടത്തും ഒരേ. അപ്പൊ ഇവരെല്ലാവരും ഓടി നടന്ന് പഠിക്കുകയാണ്. ഒരിക്കലല്ല, ഓടി നടന്ന് പഠിക്കുകയല്ല. ഇന്റർവ്യൂ ഗൈഡൻസിന് ഓടി നടന്ന് ഇന്റർവ്യൂ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ കുറച്ച് സ്ഥാപനങ്ങൾക്കെതിരെ ഫൈൻ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ബോഗസ് ആയിട്ട് റിസൾട്ട് ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഇത്തരം നടപടികൾ എടുക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി ഇനീഷ്യലി പറഞ്ഞതുപോലെ കോച്ചിങ് എന്ന് പറയുന്നത് അറ്റ് എനി സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അതിലും താഴെയുള്ള ലോവർ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ട് ഇവർ ഈ പരസ്യം കണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്ത് അവിടുത്തെ ക്ലാസ്സസ് ശരിയില്ല, ഗൈഡൻസ് ശരിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒത്തിരി പൈസ, അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. അല്ലെ, അവരുടെ പൈസ പോകുന്നു, അവരുടെ സമയം പോകുന്നു, അതിനെ കൊണ്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആവാം. അത് അവരുടെ ഫ്യൂച്ചറിൽ തന്നെ എന്ത് ചെയ്യാൻ ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ ആവശ്യമായിരുന്നു. ശരിക്കും എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 4-5 വർഷം മുമ്പേ അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും പുതിയതായി ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉള്ളതെന്ന് പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് റിലേഷനിലെങ്കിലും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ല. അറ്റ്ലീസ്റ്റ് കോളേജിൽ ഒരു സീനിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ കോളേജിൽ പഠിച്ച ആളുണ്ടാവാം, സ്കൂളിൽ പഠിച്ച ആളുണ്ടാവാം, നമ്മളെ റിലേറ്റീവ്സിന്റെ കൂട്ടത്തിലുണ്ടാവാം. ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക, അവരടുത്ത് ചോദിക്കുക, തിരുവനന്തപുരം വന്ന് പഠിച്ച ആൾക്കാരടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം. കാരണം ഒരു വർഷം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും ഏതാണ് നല്ലത്, ഏതാണ് മോശം. അപ്പൊ അവര് തരുന്ന ഒരു ഫീഡ്ബാക്ക് അത് ഒരാളടുത്ത് മാത്രം ചോദിക്കരുത്, അറ്റ്ലീസ്റ്റ് ഒരു 2 പേരെടുത്തെങ്കിലും ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വരിക. ട്രിവാൻഡ്രത്ത് കുറെ റീഡിംഗ് റൂമുകളുണ്ട്. ആ റീഡിംഗ് റൂമിന്റെ അടുത്ത് പോവാം. അവിടുന്ന് ഇറങ്ങുന്ന കുട്ടികളടുത്ത് ചോദിക്കാം, നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, ഏതാണ് നല്ലത്, അങ്ങനെ ചോദിക്കാം. കാരണം അതിന് നിങ്ങൾക്ക് വലിയ ചെലവില്ല. ഒരു ദിവസം തിരുവനന്തപുരത്ത് വരണം, റീഡിംഗ് റൂമിന്റെ അടുത്ത് പോകണം. പിന്നെ സിവിൽ സർവീസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ഹെൽപ്ഫുൾ മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഒരു ദിവസത്തെ ഒരു ടൈമും വന്നു പോകാനുള്ള പൈസയും ചെലവായി കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേതൊരു 1 ഇയർ ഒക്കെ ഒരു സ്ഥലത്ത് പഠിച്ച് പിന്നെ അത് മോശമാണെന്ന് മനസ്സിലായി, പിന്നെ അത് മാറ്റി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ വരാറുണ്ട്. അവര് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും. അവര് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവിടുത്തെ എഫക്റ്റീവ് അല്ല. പിന്നീട് അവർ വരും. പക്ഷെ അവർ വരുമ്പോൾ നമ്മളടുത്ത് പറയുന്ന കൺസേൺ എന്താണ്? പൈസ
ശരി വീണ്ടും സ്പെൻഡ് ചെയ്യാനില്ല. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് തരാൻ പറ്റുമോ ചോദിച്ചു വരാറുണ്ട്. ഇതേപോലെ ജെന്യൂൻ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നും. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു സിറ്റുവേഷനും അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും. കാരണം അത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ. ഇനി ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഇൻക്ലൂസിവിറ്റിയുടെ കാര്യം നമ്മൾ ഇനിഷ്യലി പറഞ്ഞു. ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് എക്സാംസ് നടത്തുന്നു. അപ്പൊ ഈ സ്കോളർഷിപ്പ് എക്സാംസിൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ 100% ഫീ റിഡക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ 50% ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളും കൂടി പുതിയതായി ഈ പറയുന്ന നമ്മുടെ വീഡിയോ അതാണല്ലോ മാർക്കറ്റിംഗ്. അപ്പൊ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കൂടി നോക്കണം. കാരണം ആ ഒരു ഇൻക്ലൂസിവിറ്റിയും നല്ലതാണ്. ശരിയാണ്, ശരിയാണ്. ഓക്കെ. സോ സിവിലെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പം താങ്ക്സ്. നമുക്ക് ഇനിയും അടുത്ത ഒരു 3 ചോദ്യങ്ങളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.